TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിരോധത്തിലായി CPIM. ഇക്കാര്യം സംബന്ധിച്ച ചോദ്യങ്ങളോട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നും ഒഴിഞ്ഞുമാറി. വിഷയത്തിൽ സർക്കാരിനെതിരെ കടന്നാക്രമണം ശക്തിപ്പെടുത്തിയ പ്രതിപക്ഷം നിയമ നടപടിക്കും നീക്കം തുടങ്ങിയിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് നിയമപരമായ അർഹതയില്ലെന്ന് ഉറപ്പായിരുന്നിട്ടും പട്ടികയിൽ തിരികെ കയറ്റിയ നടപടി തെല്ലൊന്നുമല്ല സർക്കാരിനെയും CPM-നെയും കുരുക്കിലാക്കിയത്. കനത്ത തോൽവിയിലും CPIM പാഠം പഠിച്ചില്ലെന്ന പ്രതിപക്ഷ വിമർശനത്തിന് മൂർച്ച കൂടുകയും ചെയ്തു. നിയമമന്ത്രിയും ജയിൽ വകുപ്പ് മേധാവിയും രക്ഷാപ്രവർത്തന വിശദീകരണവുമായി വന്നെങ്കിലും രണ്ടാം ദിനവും ചോദ്യങ്ങളോട് ഒഴിഞ്ഞുമാറി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. TP ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള തീരുമാനം CPIM നന്നാകാനല്ല ശ്രമിക്കുന്നതെന്ന് ലീഗ് നേതാവ് KM ഷാജി. ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്നു, എൻ്റെ വീടിൻ്റെ പരിസരം, എൻ്റെ വീട്ടിൻ്റെ കോമ്പൗണ്ട് ഞങ്ങളുടെ മക്കൾക്ക് കളിക്കാൻ വയ്യ എന്ന് പറയുന്ന തരത്തിലേക്ക് അക്രമത്തിൻ്റെ അങ്ങേ അറ്റത്തെ CPM-ൻ്റെ മുഖം വലിച്ചു കയറുന്നതിൻ്റെ പിറ്റേന്നാണ് ഷാഫി അടക്കമുള്ള കൊലപാതകികളെ പുറത്തുവിടാൻ ശ്രമം നടന്നു എന്ന വാർത്ത വരുന്നത്. CPM നന്നാവുമല്ല എന്ന് വെച്ചാൽ ഈ അഹങ്കാരവും ധിക്കാരവും എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ മാത്രം പിഴവെന്ന ന്യായം CPIM-ന് മതിയാകാതെ വരുമെന്നുറപ്പ്. 24 കണ്ണൂർ.